കലോത്സവത്തിലെ മിമിക്രി മത്സരങ്ങളിൽ തലമുറ മാറ്റം അനുഭവപ്പെടുന്നു. ലാലു അലക്സും ഉമ്മൻചാണ്ടിയും ജനാർദ്ദന്റെ ശബ്ദവുമില്ലാതെ ഹയർ സെക്കൻഡറി വിഭാഗം ബോയ്സ് മിമിക്രി വേദി കടന്നുപോയി. പകരം നസ്ലിൻ്റെയും ദുൽഖറിൻ്റെയും ശബ്ദങ്ങൾ ഇടം പിടിച്ചു. മിമിക്രി വേദി വളരെ ആകർഷകമായിരുന്നു. പതിവ് പോലെ മിമിക്രി വേദി കാണാൻ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. പ്രേക്ഷകർ ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒരു വേദി തന്നെയാണ് എപ്പോഴും മിമിക്രി. അപ്പോൾ നമുക്ക് ആ മിമിക്രി വേദിയിലേക്കൊന്ന് കടന്നിയല്ലാം. വേദി പവിഴമല്ലി പൂത്തുലഞ്ഞ നേരം വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ മിമിക്രി തുടങ്ങി. കോഴി വന്നു, പൂച്ച വന്നു, സ്പീഡിൽ പോകുന്ന ട്രെയിൻ വന്നു. ഒരു മാറ്റവും ഇല്ലല്ലേ എന്ന മട്ടിൽ കാണികളും ഇരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. എവിടെ നമ്മുടെ സ്ഥിരം താരങ്ങൾ? ഇക്കണ്ട കാലം മുഴുവൻ മിമിക്രി വേദികൾ കീഴടക്കിയ ശബ്ദങ്ങൾ. ഉമ്മൻചാണ്ടി, തിലകൻ, ലാലു അലക്സ്, നെടുമുടി വേണു, അങ്ങനെ എത്ര പേരല്ലേ. ആരും പക്ഷേ ഇവരുടെ ഒന്നും ശബ്ദം അനുകരിച്ചില്ല. പകരം സിനിമകളിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുതൽ വേടന്റെ പാട്ട് വരെ ഇടം പിടിച്ചു. ഇടയ്ക്കൊന്ന് BS-നെയും വെള്ളാപ്പള്ളി നടേശനെയും കേട്ടു. ഹാവു, എന്തായാലും ഈ പിള്ളേരെ തപ്പി ഞാനൊന്ന് ഇറങ്ങി. കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ, എനിക്ക് അനുഭവം ഉണ്ടെന്നേ. ഈ പഴയ നടന്മാരുടെയൊക്കെ വോയിസ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിച്ചിരുന്നോ? ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്ത് കുറച്ച് പേര് ചെയ്യും. പക്ഷെ ഞാൻ കൂടുതൽ ഇങ്ങനെ ഇപ്പോഴത്തെ പുതിയ നടന്മാർ, വിജയ്, അങ്ങനത്തെ ആൾക്കാരാണ്, നസ്ലിൻ, അംബാൻ, അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതൽ എടുക്കുക. നമ്മൾ മാക്സിമം ട്രെൻഡിങ് ആണല്ലോ നോക്കുന്നത്. അപ്പം എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണതുകൊണ്ട് ട്രെൻഡിങ് സാധനമാണ് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ കലോത്സവത്തിന് വരെ നൂതനമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് നോക്കണേ. അപ്പോൾ ഞാൻ കൂടുതലും ബീറ്റ് ബോക്സിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നത്. പഠിച്ചു തന്നെ ബീറ്റ് ബോക്സ് തുടങ്ങിയാൽ പഠിച്ചു വന്നത്. ഇപ്പോൾ കലോത്സവത്തിലും പങ്കെടുക്കുന്നു. അതുകൊണ്ട് അന്നും ഇന്നും മാറ്റമില്ലാതെ ഒരാളുടെ ശബ്ദം ജെൻസി കലാകാരന്മാരും വിടുന്നില്ല. എല്ലാ മാന്യ പ്രേക്ഷകർക്കും 24 ന്യൂസിലേക്ക് സ്വാഗതം. കാലം മാറുകയാണ്, മിമിക്രി വേദികളും. കലോത്സവ നഗരിയിൽ നിന്ന് രാഹുൽ സുദേവിനൊപ്പം വിപിൻ സി വിജയൻ, 24. സൈനികം എന്തൊക്കെയുണ്ട് കലോത്സവത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.